welcome to my channel. So we are at the second part of our fifth lesson, that is states of matter. We have discussed about the intermolecular forces, that is van der Waals force, dispersion force, then induced dipole, So today we are going to discuss a very interesting topic. This we have already learned in detail in our grade 10. ഞാൻ ഗ്രേഡ് 10 ഞാൻ തന്നെയാണ് ആ ക്ലാസ് എടുത്തത് വിത്ത് എക്സ്പെരിമെൻറ്റ്സ് വരെ ഞാൻ കാണിച്ചു തന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്യാസ് ലോസ് ആണ്. അതിൽ ഞാൻ 10th എടുക്കുമ്പോൾ ഞാൻ എക്സ്പെരിമെൻ്റ് വെച്ച് ചെയ്തിട്ട് വരെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്യാസ് ലോസ് ആണ്. അപ്പോൾ എന്തിനാണ് ഈ ഗ്യാസ് ലോസിൽ പഠിക്കുന്നത് ഈ ഗ്യാസ് ലോസ്? വി നോ ദാറ്റ്. ആദ്യം നമ്മൾ എന്താണ് ഗ്യാസിനെ പറ്റി ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം എന്താ അല്ലേ? ബാക്കി എന്താ സോളിഡും ലിക്വിഡും ഈ ഗ്യാസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ടെക്സ്റ്റിലുള്ള അതേ സെൻറ്റൻസ് പറയാം, വി ആർ ഇമേഴ്സ്ഡ് ഇൻ എ പൂൾ ഓഫ് ഗ്യാസസ് അല്ലേ. ഞാനും നിങ്ങളൊക്കെ കിടക്കുന്നത് ഈ ഗ്യാസിൻ്റെ ഉള്ളിലാണ്. എൻ്റെ ചുറ്റും എന്തൊക്കെ ഗ്യാസ് ഉണ്ട്? ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ അങ്ങനെ എവിടെ നോക്കിയാലും ഗ്യാസസ്. അപ്പോൾ ഈ ഗ്യാസസിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടേ. അപ്പോൾ ആ ഗ്യാസസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്യാസസ്? ഓൾറെഡി വി ഹാവ് ഡിസ്കസ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്യാസസ്. അതിനെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. നമുക്കറിയാം ഗ്യാസസിന് എന്താണ്, they have large intermolecular spaces between them അല്ലേ. ഗ്യാസസിന് നല്ല intermolecular spaces ഉള്ളത് കൊണ്ട് they are highly compressible. അവരെന്താ നല്ല ഹൈ കംപ്രസിബിൾ ആണ്. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് വൺ, ദേ എക്സേർട്ട് പ്രഷർ ഇൻ ഓൾ ഡയറക്ഷൻ. അവർ ഒരു ബലൂൺ വീർപ്പിച്ച് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം അതിൻ്റെ ഉള്ളിൽ ഗ്യാസ് ആണല്ലോ ഉള്ളത്, നമ്മുടെ കൊടുക്കുന്ന എയർ. അത് എക്സേർട്ട് ചെയ്യുന്നത് എല്ലാ സൈഡിലേക്കും ഒരേ പ്രഷറായിരിക്കും. പിന്നെ ഗ്യാസസും സോളിഡ്സും ലിക്വിഡ്സും കമ്പയർ ചെയ്യുമ്പം ആർക്കാണ് ഡെൻസിറ്റി ഏറ്റവും കുറവ്? ഗ്യാസസ്. അതുകൊണ്ടല്ലേ നമ്മൾ ഈ ഗ്യാസ് ഫിൽഡ് സാധനങ്ങളൊക്കെ ഫ്ലോട്ട് ചെയ്യുന്നു വരുന്നത്. അപ്പോൾ ഗ്യാസസ് ഹാവ് ലോ ഡെൻസിറ്റി കമ്പയർഡ് ടു സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്. ദെൻ ദ വോളിയം അതിനൊരു ഫിക്സഡ് ആയിട്ടുള്ളൊരു വോളിയമോ അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ളൊരു ഷേപ്പ് പോലെ ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ. അത് ഏത് ഗ്യാസിൻ്റെ അതിലാണോ അതിൻ്റെ ഉള്ളിൽ അതങ്ങ് ഇതായിക്കോളും. സോ ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ ഷേപ്പ് ആൻഡ് എ ഡെഫിനിറ്റ് വോളിയം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഫിക്സഡ് അല്ല. പിന്നെ അവർ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു 2 ഗ്യാസിന് എടുത്തിട്ട് ഒരു ബോട്ടിലേക്ക് ആക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മിക്സപ്പ് ചെയ്യും. അല്ലാതെ നമ്മളതിന് ഭയങ്കരമായിട്ട് എഫേർട്ടൊന്നും എടുക്കേണ്ടാവില്ല. ദേ ഹാവ് എ ഹൈ പവർ ഓഫ് ഡിഫ്യൂഷൻ, ദേ ഈസിലി മിക്സപ്പ്. അപ്പോൾ ഇതൊക്കെ ഗ്യാസസിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള കുറച്ച് ലോസുകളാണ്. ഗ്യാസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കറിയാം, ഗ്യാസിന് പല ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. ഇപ്പം നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ പല എക്സാമ്പിൾസും ഞാൻ ഏറ്റവും സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു തരണമെങ്കിൽ, ഈ ചൂട് കാലത്ത് ഇപ്പം ഞാനൊക്കെ 10th പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ സൈക്കിളായിരുന്നു കേട്ടോ സ്കൂളിൽ പോവുക. അപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ സൈക്കിൾ സ്റ്റാൻഡ് കിടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ ഫ്രണ്ട്സ് എല്ലാവരും സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും. പെട്ടെന്ന് നല്ല ചൂടുള്ള സമയത്തൊക്കെ പെട്ടെന്ന് ടോ എന്ന് പറഞ്ഞൊരു ശബ്ദം കേൾക്കാം. അപ്പോൾ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കൂട്ടത്തിൽ ആരോ സൈക്കിളിൻ്റെ ടയർ പൊട്ടിയതാണ്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്കും എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. കാരണം നിങ്ങൾ പുറത്ത് വണ്ടി വെക്കുമ്പോഴോ നല്ല ഹൈ ടെമ്പറേച്ചറുള്ള സമയത്തൊക്കെ സൈക്കിളിൻ്റെ ടയർ പൊട്ടിപ്പോവുക, അല്ലെങ്കിൽ ഈ വെഹിക്കിൾസിൻ്റെ ടയർ പെട്ടെന്ന് ബേസ്റ്റായി പോവുക. ഇതൊക്കെ എന്തുകൊണ്ടായിരിക്കും കാരണം? അതിൻ്റെ ഉള്ളിൽ ഗ്യാസ് അല്ലേ നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അത് ഗ്യാസിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. എന്താ നമ്മൾ പറയട്ടോ, വൈ ദ ഗ്യാസ് ഫിൽഡ് ടയേഴ്സ് ഇൻ ദ ഹോട്ട് ക്ലൈമറ്റ് ജസ്റ്റ് ബേസ്റ്റ് ഓഫ്. അതിൻ്റെ റീസൺ നമ്മൾ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഗ്യാസസിൻ്റെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറച്ച് ലോസ് ആണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. എന്ത്? ഗ്യാസ് ലോസ്. അതിൽ ഏറ്റവും ഫസ്റ്റത്തെ ലോ ആണ്. അപ്പോൾ അതിനെ മുന്നേ പറഞ്ഞുതരാം. ഒരു ഗ്യാസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിറ്റർമിൻ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ആരൊക്കെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസ്. അതായത് ഒരു ഗ്യാസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതലായി യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ആണ് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസ് ഒക്കെ നിങ്ങൾക്കറിയാം. അപ്പം ഈ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ് ഇതിൽ ഓരോ ലോസും പറയാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഏതൊക്കെയാ? പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസ്. അപ്പം നമ്മൾ ആദ്യം പറയുന്ന ഗ്യാസ് ലോ ആണ് പാവം ബോയിലിൻ്റെ ലോ. ഈ പാവം ബോയിൽ എന്ന് പറയുന്ന ഒരു കോഡാട്ടോ, പാവം ബോയിൽ. അപ്പം ഞാൻ ഇവിടെ പാവം തന്നെ എഴുതിക്കട്ടെ. പാവം ഷോർട്ടാക്കിയിട്ട് ഇങ്ങനെ എഴുതി PV. എന്താണ് എഴുതിയത്? ഇതെങ്ങനെ തന്നെ പഠിച്ചോ. പാവം ബോയിൽ ഒരു പാവമാണ്. ഈ ഞാൻ പറയുന്ന കുഞ്ഞു കോഡുകൾ ആലോചിച്ചാൽ എക്സാമിൻ്റെ സമയത്ത് കൺഫ്യൂസ്ഡ് ആവില്ല കേട്ടോ. അപ്പം നമ്മൾ പാവം ബോയിൽ എന്താണ് പറയുന്നത്? അക്കോർഡിംഗ് ടു ബോയിൽ കുറേ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്തു. ഞാൻ ആ എക്സ്പെരിമെൻറ്റ്സിനെ പറ്റി പറയുന്നൊന്നുമില്ല, പക്ഷെ ഞാനൊരു കുഞ്ഞ് എക്സ്പെരിമെൻറ്റ് കാണിച്ചു തരാം കേട്ടോ.
കുഞ്ഞ് എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതെന്താണ്? എല്ലാവർക്കും അറിയാം, സിറിഞ്ചാണ് അല്ലേ. അപ്പം ഈ സിറിഞ്ചിൻ്റെ ഇവിടെ ഒരു നോബ് ഉണ്ടാവും കേട്ടോ. പക്ഷേ ഞാൻ ആ നോബ് കളഞ്ഞു പോയതുകൊണ്ട് ഞാനിവിടെ എൻ്റെ കൈ വയ്ക്കുകയാണ്. അപ്പം ഞാനിതാ സിറിഞ്ച് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു സിറിഞ്ചാണ്. ഞാൻ ഇതൊന്ന് ക്ലോസ് ചെയ്യുകയാണേ. ഇതാണ് പിസ്റ്റൺ, സിറിഞ്ചിൻ്റെ പിസ്റ്റൺ ഇതാണ്. ഞാൻ പതുക്കെ പ്രഷർ അപ്ലൈ ചെയ്യണേ. ഇതാ പ്രഷർ അപ്ലൈ ചെയ്യുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഗ്യാസ് ഉണ്ടാവുമല്ലോ അല്ലേ. ഇതിൻ്റെ ഉള്ളിൽ ഇതായപ്പോൾ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഗ്യാസ് ഫിൽഡാണ്. ഐ എം ക്ലോസിങ് ദിസ് ആൻഡ് അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും ഗ്യാസ്, ഇത്രയും വോള്യം, അതായത് ഇപ്പം ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു വോള്യം എന്ന് പറയുന്നത് 5 ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് 4 കഴിഞ്ഞ് ഇവിടെ 5 ആണ്. അപ്പം ഇവിടെ ഒരു 5 ml വോള്യമുള്ളൊരു ഗ്യാസാണ്. ഞാൻ പ്രഷർ അപ്ലൈ ചെയ്യണം. വാട്ട്സ് ഹാപ്പനിങ്, എന്ത് സംഭവിക്കുന്നത്? പ്രഷർ അപ്ലൈ ചെയ്തു ആൻഡ് ഫൈനലി എ സ്റ്റേജ് ഇസ് റീച്ച് വേർ ഐ കാണ്ട് അപ്ലൈ എനി പ്രഷർ. ഇവിടെ എന്തെത്തി? എനിക്കൊരു സ്റ്റേജിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. എന്താണ്? എനിക്കിനി പ്രഷർ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഗ്യാസ് ഇസ് കംപ്രസ്ഡ്. അപ്പോൾ ഞാൻ പ്രഷർ എക്സേർട്ട് ചെയ്തപ്പോൾ 5 ml വോള്യമുള്ള ഗ്യാസ് ഇപ്പോൾ എത്ര ml ആയി? യു ക്യാൻ സി. ഇത് ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് എഴുത്തൊക്കെ തല കുത്തനെ. ദാറ്റ് ഇസ് 2 ml ആയി. ഓക്കെ, ഇനി ഞാൻ പ്രഷർ റിലീസ് ചെയ്യുകയാണ്. ഞാൻ കൈ എടുക്കുകയാണ്. വാട്ട് ഈസ് ഹാപ്പനിങ്? ഞാൻ പ്രഷർ റിലീസ് ചെയ്ത സമയത്ത് എന്ത് പറ്റി? വോളിയം കൂടി. ഞാൻ പ്രഷർ കൂട്ടിയ സമയത്ത്, ഞാൻ പ്രഷർ കൊടുക്കണ സമയത്ത് വോളിയം കുറഞ്ഞു. പ്രഷർ റിലീസ് ചെയ്ത് വോളിയം ആ 2 ml നിന്ന് വീണ്ടും 5 ml ആയി. സോ വാട്ട് ദിസ് മീൻസ്? ഇതിൻ്റെ അർത്ഥം എന്താ? പ്രഷർ കൂടുമ്പം ഗ്യാസിൻ്റെ വോളിയം കുറഞ്ഞു. ഈ എക്സ്പെരിമെൻറ്റ് കാണിക്കുന്നത് എന്താ വെച്ചാൽ ബൈഹാർട്ട് പഠിക്കാതിരിക്കാനാണ്. പ്രഷർ കൂടുമ്പം വോളിയം കുറഞ്ഞു, പ്രഷർ കുറച്ചപ്പം പിസ്റ്റൺ താനേ പിന്നോട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? ഗ്യാസ് അങ്ങോട്ട് എക്സേർട്ട് ചെയ്യുക പ്രഷർ, അതിൻ്റെ വോളിയം കൂട്ടുകയാണ്. മോളിക്യൂൾസ് ഇങ്ങനെ ഓടുകയാണ്. അപ്പോൾ എന്ത് പറ്റി? വോളിയം കൂടി. കാര്യം മനസ്സിലായി? ദ പ്രഷർ increases, volume decreases. As the pressure reduces, the volume increases. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എക്സ്പെരിമെൻ്റ് കണ്ടില്ല, ഇതുപോലത്തെ കുറേ എക്സ്പെരിമെൻറ്റ് റോബർട്ട് ബോയിലുള്ള പേര് റോബർട്ട് ബോയിലാണ്. നമ്മളെ പാവം ബോയിൽ, എനിക്ക് ബോയിൽ പാവാണോന്നൊന്നും അറിയില്ല, പക്ഷേ നമ്മൾ പഠിക്കുക പാവം ബോയിലാണ്. സോ റോബർട്ട് ബോയിൽ conducted many experiments and he found that at constant temperature, ഈ റൂമിൻ്റെ ടെമ്പറേച്ചർ ഞാൻ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻ്റ് ആണല്ലോ. at constant temperature the pressure of a given amount of gas, ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഗ്യാസ്, ദ ഗിവൺ എമൗണ്ട് ഓഫ് ഗ്യാസ് ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് വോളിയം ഓർ അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ for a given amount of gas at constant temperature pressure is ഇൻവേഴ്സ്ലി, ഡയറക്റ്റ്ലി അല്ല. പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുക. അപ്പോൾ എന്താ? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ വോളിയം ഓഫ് ദി ഗ്യാസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എന്ത് എഴുതിയേക്കണം? ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെക്കുക. എന്താണ്? എക്സ്പ്ലെയിൻ ബോയിൽസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഹൗ വി വിൽ എക്സ്പ്രസ് പ്രഷർ ഇസ് ഇൻവേഴ്സ്ലി എന്ന് പറയുമ്പം pressure is inversely proportional to volume. ഈ പ്രപ്പോർഷനാലിറ്റി മാറ്റിയിട്ട് P is equal to K1 into 1 by V or P into V is equal to a constant. PV, അതാണ് ഞാൻ പറഞ്ഞത്, പാവം. ഇതിങ്ങനെ പഠിക്കണമെന്നില്ല. പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷനാണ് നമ്മുടെ ബോയിൽ കണ്ടുപിടിച്ചത്. അതാണ് പാവം, PV. ഇപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയം കുറയും, വോളിയം കൂടുന്നതിനനുസരിച്ച് പ്രഷർ കുറയും. അപ്പം ആ ഒരു റിലേഷൻ പഠിച്ചു വയ്ക്കാം. ഇഫ് ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യണം, എറ്റ് കോൺസ്റ്റൻറ്റ് എന്താണ്? ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസ്. ഗിവൺ എമൗണ്ട് ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് വിൽ ബി കോൺസ്റ്റൻറ്റ്. അപ്പോൾ ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റൻ്റ് ആണ്. ദെൻ PV is equal to a constant. ഇനി നമ്മൾ കൺസിഡർ ചെയ്യണം, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുമ്പോൾ വേണ്ടിയിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ, ഇഫ് at a particular temperature T and for a given amount of gas, if P1 is the pressure, then at that time എന്തായിരിക്കും? V1 will be the volume. If the pressure is changed, then P2 is the pressure, then the volume is also changed, that is V2. നമുക്കിതിങ്ങനെ എഴുതിക്കൂടെ? P1 by P2 is equal to V2 by V1. ഈ ഒരു എക്സ്പ്രഷനും പഠിച്ചു വയ്ക്കുക. സോ നമുക്ക് എന്തിട്ട്? PV is equal to a constant, P1 by P2 is equal to V2 by V1. അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ അടുത്ത് കണ്ടുപിടിക്കുന്നത് പ്രഷറും ഡെൻസിറ്റിയും തമ്മിൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? അതായത് പ്രഷർ കൂടുമ്പോൾ ഡെൻസിറ്റി കൂടുക, അല്ലെങ്കിൽ ഡെൻസിറ്റി പ്രഷറും എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? നോക്കാം. നമുക്കറിയാം ഡെൻസിറ്റീൻ്റെ ഇക്വേഷൻ എന്താ?
ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണല്ലോ. മാസ് ബൈ വോളിയം. വോളിയത്തിന് നമുക്ക് ഇവിടുന്ന് ഒരു ഇക്വേഷൻ കിട്ടും. എന്താണ്? പി വി ഈസ് ഈക്വൽ ടു കെ വൺ ഓർ വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ പി ആണല്ലോ. അപ്പം നമുക്ക് എഴുതുക റോ, അതായത് ഡെൻസിറ്റി. നിങ്ങൾ ഡി ആണെങ്കിൽ ഡി, നമ്മൾ റോ എന്ന് പഠിച്ചിട്ട് ഡെൻസിറ്റി, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. ഡെൻസിറ്റി ഡി ഈസ് ഈക്വൽ ടു വിക്ക് പകരം ഞാൻ എന്തെടുക്കും? എം ഡിവൈഡഡ് ബൈ കെ വൺ ബൈ പി. ഇങ്ങനെയല്ലേ വരിക? അപ്പം എന്ത് വരും? എം ഡിവൈഡഡ് ബൈ കെ വൺ ഇൻറ്റു പി. ഈ കെ വൺ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, മോളാർ മാസ്. എം എന്ന് പറയുന്നത് നമുക്കറിയാം മാസ് അല്ലേ, മാസ് ഓഫ് എ ഗിവൺ എമൗണ്ട് ഓഫ് ഗ്യാസും കോൺസ്റ്റൻ്റാണ്. അപ്പോൾ എനിക്കിത് ഇങ്ങനെ എഴുതിക്കൂടെ? ഡി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു കെ ഡാഷ് എന്നിടട്ടെ, constant into P, or density is directly proportional to pressure. Pressure കൂടുമ്പം ഡെൻസിറ്റി എന്താവും? കൂടും. കാരണം നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലൈറ്റ് ആയിരിക്കും, അതിൽ വെയിറ്റ് ഒന്നുമില്ല. അപ്പം നമ്മൾ ഈ പ്രഷർ കൂടുന്നതിനനുസരിച്ചിട്ട് വോളിയം കുറയല്ലേ. വോളിയം കുറയുമ്പോൾ എന്താ? മോളിക്യൂൾസ് അടുത്തേക്ക് വരും. അപ്പം എന്താ? ഡെൻസിറ്റി കൂടും. സോ ഡെൻസിറ്റി ഇൻക്രീസസ് വിത്ത് പ്രഷർ. ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം: explain that as the pressure increases, density of a given gas increases. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? We know that according to Boyle's law, PV is equal to K1. Density is given by the equation mass by volume. From this equation, we will get V is equal to K1 by P. So D is equal to M divided by K1 by P, or M by K1 into P. M and K1 are constant, so we can substitute them as a new constant as K dash, or D is equal to K dash into P, or D is directly proportional to P. From this, it is clear that density is directly proportional to P. Clear ആണോ? ഇതൊന്നും ഒരിക്കലും ഡയറക്റ്റ് ആയിരിക്കില്ല, ക്വസ്റ്റ്യൻസ് വരെ ഇൻഡയറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായി. ഇനി ഇതേ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ബോയിൽസ് ലോ ബൈ പ്ലോട്ടിംഗ് എ ഗ്രാഫ് എന്ന് ചോദിച്ചാൽ അത് ഇതിലേക്കാളും സിമ്പിളാണ്. എക്സ്പ്ലെയിൻ ബോയിൽസ് ലോ ബൈ പ്ലോട്ടിംഗ് എ ഗ്രാഫ്. അപ്പം നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. അപ്പം നമുക്ക് ഗ്രാഫ് വരയ്ക്കണം. എന്ത് വേണം? എക്സ് ആക്സിസ്. ഇതൊന്നും മറക്കരുത് കേട്ടോ. ഈ ആരോ എക്സ് ആക്സിസ്, വൈ ആക്സിസ് നമുക്കറിയാം. ഇത് ഇവിടെയാണ് പ്രഷർ. പ്രഷറാണ് ഇവിടെ. ഇവിടെ വോളിയമാണ്. ഓക്കെ. ഹൈ പ്രഷറിൽ വോളിയം എന്തായിരിക്കും? വളരെ കുറവായിരിക്കും അല്ലേ. ഹൈ പ്രഷറിൽ ഇതാണ് 0 ആണെങ്കിൽ ഇവിടെ ആയിരിക്കും വോളിയം. പിന്നെ പ്രഷർ ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ എന്ത് പറ്റും? വോളിയം കൂടി വരും അല്ലേ. വോളിയം ഏറ്റവും കൂടുതൽ ഇങ്ങോട്ടല്ലേ വരിക. അപ്പം ഹൈ പ്രഷറിൽ വോളിയം കുറവ്, പിന്നെ പ്രഷർ ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ വോളിയം കൂടി വരും. അപ്പോൾ ഇതൊരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ്, T1 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിൽ. ഇനി ഞാൻ ടെമ്പറേച്ചർ ഒന്നുകൂടെ കൂട്ടി. ടെമ്പറേച്ചർ കൂടുമ്പോൾ നമുക്കറിയാം വോളിയം കൂടും, നമുക്കറിയാം കോൺസെപ്റ്റ്. അപ്പോൾ വീണ്ടും എന്തായി? ഇതേപോലത്തെ ഒരു ഗ്രാഫ് കിട്ടി, അത് T2. വീണ്ടും ടെമ്പറേച്ചർ കൂട്ടിയപ്പം again I am getting a graph like this T3. So here T3 is greater than T2, which is greater than T1. അപ്പോൾ T3ൻ്റെ ടെമ്പറേച്ചറാണ്. അപ്പം ഈ ഓരോ കേർവിനും നമ്മൾ പറയുന്ന പേരാണ് ഐസോതേം എന്ന്. ഈ ഐസോതേം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്. So the curve obtained in Boyle's law is an isotherm because the temperature is constant. ഇവിടെ എന്താ കോൺസ്റ്റൻറ്റ്? ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം P is inversely proportional to V ആണ്. അപ്പം നമ്മൾ ഇവിടെ എന്താ ചെയ്ത്? പ്രഷറും വോളിയമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. ഇനി ഇതിനെ വേറൊരു രീതിയിൽ എനിക്ക് വായിച്ചൂടെ? P is directly proportional to 1 by V. P is directly proportional to 1 by V. P is inversely proportional to V. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ വായിക്കാം? P is directly proportional to 1 by V. അപ്പോൾ എനിക്ക് അതുപോലത്തെ ഒരു ഗ്രാഫ് കൂടെ വരച്ചൂടെ? പ്രഷർ ഇവിടെ 1 by Vനെ വെച്ചിട്ട് 1 by V എന്ന് പറയുമ്പോൾ പ്രഷറും 1 by Vയും ഡയറക്ട്ലി പ്രപ്പോർഷണലാണ്. ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണെങ്കിൽ എനിക്ക് എന്ത് ഗ്രാഫാണ് കിട്ടുക? എനിക്ക് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് കിട്ടുക. അപ്പോൾ ഇത് T1, ഇത് T2, ഇത് T3. സോ T3 is greater than T2, which is greater than T. കാരണം ഇത് ഈ ഒരു ഒറ്റ ടേം ഡയറക്ട്ലി പ്രപ്പോർഷണലാണ് അല്ലേ. ഇറ്റ്സ് ഡയറക്റ്റ്. അപ്പോൾ P കൂടുമ്പോൾ 1 by V കൂടും, P കൂടുമ്പോൾ 1 by V കൂടി അങ്ങനെ. അതാണ് ഈ ഗ്രാഫ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പ്ലെയിൻ ബോയിൽസ് ലോ വിത്ത് പ്ലോട്ടിംഗ് എ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഗ്രാഫ് അങ്ങ് വരച്ചിട്ട് പറയാം. From the graph, it is seen that as the pressure is increasing, the volume is decreasing. As we decrease, as the
pressure is decreased, we can see the volume of the gas is decreased. At a particular temperature T1, let A be the given curve. At a particular temperature T2, B be the given curve, and at a particular temperature T3, C be the given curve. So from here it is clear that as the pressure decreases, volume increases, or as the pressure increases, volume decreases, and this was explained by Boyle, and his mathematical explanation was P is inversely proportional to V. Now we can explain the same graph with the help of pressure and 1 by V. That is, as the pressure increases, 1 by V increases, and thereby. Clear ആയോ? ഇനി ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ മനസ്സിലായി. ഇനി നമ്മുടെ ബോയിൽസ് ലോ ഇവിടെ വെച്ച് നിർത്താം. ഇത് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഇതൊക്കെ എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ഗ്രാഫ് വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഗ്രാഫ് അവർ തരും എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ വി ടി ചാൾസ് ആണ്. വി ടി ചാൾസ് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ചാൾസിൻ്റെ ഇയാളുടെ പേര് ശരിക്കും ജാക്വസ് ചാൾസ് എന്നെങ്ങാണ്ടുമാണ്. ജാക്വസ് ചാൾസ് ആണ്. പക്ഷെ ഞാൻ ഇവർക്ക് ഇനീഷ്യലി കൊടുത്തത് വി ടി ചാൾസ് എന്നാണ്. അതെന്തിനാ? വോളിയം ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനാണ് നമ്മുടെ ചാൾസ് തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് വി ടി ചാൾസ്, വി ടി ചാൾസ് അല്ല, നമ്മളെ കോഡാണ് വി ടി ചാൾസ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ചാൾസ് ലോ പറയുന്നത്? Charles law gives a law based upon the volume and temperature of a given gas. വോളിയം ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു റിലേഷനാണ് ആര് തരുന്നത്? ചാൾസ് ലോ നമുക്ക് തരുന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്കോർഡിംഗ് ടു ചാൾസ് ലോ, at constant temperature, at constant pressure, and for a given amount of gas, volume of a gas is directly proportional to temperature. ഇതും ഞാൻ 10th ക്ലാസ് എടുക്കുമ്പോൾ വിത്ത് എക്സ്പെരിമെൻ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടു പഠിച്ചവർക്ക് ഓർമ്മയുണ്ടാവും. നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ ചെയ്യാം. ഒരു ബോട്ടിൽ എടുക്കുക, അതിൽ നല്ല ചൂടുവെള്ളം വെക്കുക, വേറൊരു ബോട്ടിൽ എടുക്കുക, അതിൽ നല്ല തണുത്ത വെള്ളം വെക്കുക, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൻ്റെ ബോട്ടിൽ തന്നെ വെക്കുക. എന്നിട്ട് ഈ ചൂടുവെള്ളമുള്ള നല്ല ഒരു ചെറിയ റൗണ്ടായിട്ടുള്ള ബോട്ടിൽ വെക്കുന്നുണ്ട്. എന്നിട്ടൊരു ബലൂൺ ആ ബോട്ടിലിൻ്റെ ആ ഒരു മൗത്ത് ഉണ്ടാവില്ല, അവിടെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കാണാം, ഈ ചൂട് വെള്ളത്തിൽ നിന്ന് പതുക്കെ ഈ ബലൂണ് ചെറുതായിട്ടൊന്ന് ഇൻഫ്ലേറ്റ് ഒന്ന് വീർക്കുന്നത് കാണാം. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ നിന്ന് എന്താവും, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വോളിയം അങ്ങ് കൂടും. ഇനി ഇതേ വെള്ളം നേരെ തണുത്ത വെള്ളത്തിൽ കൊണ്ടുവയ്ക്കുക. അപ്പോൾ എന്ത് പറ്റും? ഈ ചൂടുവെള്ളം അങ്ങ് തണുക്കാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് കാണാം ബലൂൺ ഇങ്ങനെ താഴേക്ക് പോകുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് ആ എക്സ്പെരിമെൻ്റ് ഇപ്പോൾ കാണിക്കല്ല, ടൈമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ആസ് ദി ടെമ്പറേച്ചർ ഇൻക്രീസസ്, വോളിയം ഓഫ് എ ഗ്യാസ് ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടുമ്പം വോളിയം, ഗ്യാസിൻ്റെ വോളിയം കൂടാതെ ആർക്കും അറിയുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഗ്യാസിൻ്റെ കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി കൂടുമ്പോൾ അവരിങ്ങനെ മൂവ് ചെയ്തിരിക്കും. അപ്പോൾ എന്താവും? അവർ സ്പേസ് കൂടും, വോളിയം കൂടും. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്. സോ അക്കോർഡിംഗ് ടു ചാൾസ് ലോ, ഫോർ എ ഗിവൺ എമൗണ്ട് ഓഫ് എ ഗ്യാസ് അറ്റ് എ പെർട്ടിക്കുലർ പ്രഷർ, വോളിയം ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, ഓർ വി ഇസ് ഈക്വൽ ടു, നേരത്തെ K1 കൊടുത്തതുകൊണ്ട് ദ കോൺസ്റ്റൻറ്റ് ഇസ് K2/T, ഓർ V/T is equal to K2. ഇപ്പോൾ മനസ്സിലായി ഞാൻ എന്തിനാ വി ടി ചാൾസ് എന്ന് പറഞ്ഞത്? വി ടി ചാൾസ് എന്ന് പറയുന്നത് വോളിയം ടെമ്പറേച്ചറും ഇവിടെ എന്തൊക്കെയാണ്? കോൺസ്റ്റൻറ്റ്, പ്രഷർ ആൻഡ് നമ്പർ ഓഫ് മോൾസ്. ക്ലിയർ ആയല്ലോ? ഇനി ഇതേ കേസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഇഫ് V1 is the volume of a gas at pressure P and T1 is the temperature, if the temperature is increased to T2, then the volume become V2, then V1/T1 is equal to V2/T2, or V1/V2 is equal to T1/T2. V1/V2 is equal to T1/T2. മനസ്സിലായോ? അപ്പം ഇതും നമുക്ക് എന്തിനു വേണം? പ്രോബ്ലം ചെയ്യാൻ വേണം. ഇനി ഇവിടെ എക്സ്പെരിമെൻ്റ് ചെയ്ത് കണ്ടുപിടിച്ചപ്പോൾ ഒരു കാര്യമാണ്, that it is found that for every 1 degree rise of temperature, the volume of the gas increased by 1/273.15 of its original വോളിയം അറ്റ് 0 degree Celsius. കാരണം ഇതൊന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമുക്കൊരു സ്കെയിലും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ഓരോ ഡിഗ്രി, അതായത് ഒരു ഗ്യാസിന് 0 degree Celsius ഒരു പെർട്ടിക്കുലർ വോളിയം ഉണ്ടാവും. അപ്പം ആ 0 degree Celsius ഓരോ 1 degree കൂടുമ്പോഴും അതിൻ്റെ വോളിയം
1/273.15 ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും ഓരോ ഡിഗ്രിക്കും. അതായത് 0 ഡിഗ്രി സെൽഷ്യസിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ആ 0 ഡിഗ്രി സെൽഷ്യസിനേക്കാളും ഓരോ ഡിഗ്രി കൂടുമ്പോൾ അതിൻ്റെ വോളിയം 1/273.5 1/273 അങ്ങനെ ഒരു ഇൻക്രീസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് ഇഫ് 0 ഡിഗ്രി സെൽഷ്യസിൽ V0 ആണ് വോളിയം എങ്കിലും VT ആണ് ദ ടെമ്പറേച്ചർ അറ്റ് T ഡിഗ്രി സെൽഷ്യസ്. then VT is equal to the final volume എത്രയാണെന്ന് വെച്ചാൽ V0 ഇനീഷ്യൽ ഉള്ളത് പ്ലസ് നമുക്കറിയാം V0നേക്കാളും എത്ര കൂടും 273.15 ഇൻറ്റു ടി, അതായത് ഓരോ ടെമ്പറേച്ചറിലും ഓരോ 1 ഡിഗ്രിയിലും. നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതിക്കൂടെ V0 ഇൻറ്റു 1 പ്ലസ് ടി ബൈ 273.15 or it is equal to V0 into 273.15 plus T divided by 273.15. ഇതാണ് വോളിയം, ഓരോ വോളിയം ഇൻക്രീസ് ചെയ്യുന്നത്. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് പുതിയ ഒരു സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ കെൽവിൻ സ്കെയിൽ എന്നും അല്ലെങ്കിൽ തെർമോഡൈനാമിക്കൽ ഒരു നെയിമും കൂടെ അതിന് നമ്മൾ പറയുന്നുണ്ട്. കെൽവിൻ സ്കെയിൽ അല്ലെങ്കിൽ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ അല്ലെങ്കിൽ തെർമോഡൈനാമിക് സ്കെയിൽ, ഇതിനെ പറയുന്നൊരു പേരാണ് തെർമോഡൈനാമിക് സ്കെയിൽ എന്നും. നമ്മുടെ 0 ഡിഗ്രി സെൽഷ്യസ് അല്ലാതെ നമ്മൾ ടെമ്പറേച്ചർ എക്സ്പ്രസ് ചെയ്യാൻ പോകുന്ന വേറൊരു സ്കെയിലും കൂടെയാണ് കെൽവിൻ സ്കെയിൽ. ദാറ്റ് ഈസ് ഫോർ T degree Celsius, this scale will be 273.15 plus T degree Celsius. അതായത് ഏത് ടെമ്പറേച്ചറിൽ ഡിഗ്രീസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 273.15 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് ദി ന്യൂ temperature, and this scale is known as Kelvin scale അല്ലെങ്കിൽ thermodynamic scale. നമ്മുടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി ചിലപ്പോൾ നമ്മൾ 273 എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അപ്പം ഈ സ്കെയിലിൽ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്ര കെൽവിൻ ആണ്? ഈ ടീൻ്റെ സ്ഥാനത്ത് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 273.15 കെൽവിൻ ആണ് നമ്മുടെ 0 ഡിഗ്രി സെൽഷ്യസിന് കെൽവിൻ സ്കെയിലിൽ എക്സ്പ്രസ് ചെയ്യുമ്പം. ഇത് പറയാൻ വേണ്ടി ഇതൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത്രയുമാണ് ആ ചാൾസ് ലോ. അപ്പം ഇനി ചാൾസ് ലോ മാത്രം പറഞ്ഞാൽ മതിയോ? ഇല്ല, നമ്മൾ എന്തൊക്കെ പറയണം? അവരുടെ പറയണം? ഗ്രാഫ് റെപ്രസെൻ്റ് ചെയ്യണം. വെരി സിമ്പിളാണ്, മനസ്സിലാക്കിയേക്കുക. ഇതിൽ 1-2 ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. സോ വി ആർ ഗോയിങ് ടു ഡ്രോ എ ഗ്രാഫ്. ആരതാണ്? ഇതിവിടെ ഞാൻ വരച്ചതിൻ്റെ അർത്ഥം ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. 0 വോളിയം, വോളിയം, ടെമ്പറേച്ചർ. ഇവിടെ ടെമ്പറേച്ചർ വി നോ ദാറ്റ് ആസ് വോളിയം ഇൻക്രീസസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. ഇതാണ് ഒരു പെർട്ടിക്കുലർ പ്രഷറിൽ, P1 എന്ന പ്രഷറിൽ ഇതാണെന്ന് വിചാരിക്കാം. നമ്മൾ വെറുതെ ഈ ഒരു ഗ്രാഫിന് ഒന്ന് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുക. എക്സ്ട്രാപ്പുലേറ്റ് ചെയ്തപ്പോൾ നമുക്കറിയാം ഇവിടേക്ക് വരുമ്പം ഇത് -100, ഇത് -200 അങ്ങനെയല്ലേ വരിക. ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ഇങ്ങനെ ഒരു ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈനിൽ റെപ്രസെൻ്റ് ചെയ്ത് ഒന്ന് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്തപ്പം ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് at a particular temperature, the volume, ഇവിടെ എത്തിയപ്പോൾ വോളിയം 0, the volume of the given gas was found to be 0. അങ്ങനെ ഇങ്ങനെ പല എക്സ്പെരിമെൻറ്റ്സ് പല ഗ്യാസസിൽ പല പ്രഷറിൽ ചെയ്തപ്പം ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് all the gases have a volume 0 at a particular temperature of -273.15, and that temperature is known as absolute zero temperature. Absolute zero temperature എന്ന് പറയുന്നത് എന്താണ്? The temperature at which the volume of the gases is found to be 0. That temperature, ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ അല്ലെങ്കിൽ ഒരു തിയററ്റിക്കൽ വാല്യൂ ആണ് കേട്ടോ. ഇതൊരു എക്സ്പെരിമെൻ്റലി എന്നല്ല, ഇറ്റ്സ് എ ഹൈപ്പോത്തറ്റിക്കൽ, ഒരു തിയററ്റിക്കൽ വാല്യൂ. സോ ദ ഹൈപ്പോത്തറ്റിക്കൽ ഒരു തിയററ്റിക്കൽ വാല്യൂ at which the volume of a given gas is found to be 0, then that temperature is known as absolute zero temperature. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ തിയററ്റിക്കൽ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് മാത്രമാണ്. അപ്പോൾ ഇവിടെ എന്താണ്? വോളിയം ഓഫ് ദ ഗ്യാസസ് ഫൗണ്ട് ടു ബി 0. അപ്പം ഈ ടെമ്പറേച്ചറിൽ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ ഗ്യാസസ് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? ഒന്നെങ്കിൽ ലിക്വിഡ്സോ സോളിഡ്സോ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതായത് ഇവർ ഈ ടെമ്പറേച്ചറിൽ എത്തുമ്പോഴത്തേക്കും അവരുടെ എന്തായിട്ടുണ്ടാവും? ദേ ഹാവ് ബീൻ കൺവേർട്ടഡ് ഇൻറ്റു ഐദർ ഇൻറ്റു എ ലിക്വിഡ് ഓർ സോളിഡ്.
അപ്പോൾ ഇതും ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് മെൻ ബൈ ആബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ? ആബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ ഇസ് ഹൈപ്പോത്തറ്റിക്കൽ ഓർ എ തിയറിറ്റിക്കൽ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ഗ്യാസസ് ഹാവ് എ വോള്യൂം ഓഫ് 0 ഡിഗ്രി സെൽഷ്യസ്. ഓർ റെപ്രസെൻറ്റ് ഇറ്റിൻ്റെ ഡയഗ്രാം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് എഴുതാം. ഇത് P1 എന്ന് പറഞ്ഞൊരു പ്രഷറിൽ, ഇത് P2 എന്ന് പറഞ്ഞ പ്രഷർ, ഇത് P3 എന്ന് പറഞ്ഞു. ഇഫ് എ ഗ്യാസസ്, ഇഫ് വി പ്ലോട്ട് എ ഗ്രാഫ് ഓഫ് പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചർ, വി ക്യാൻ സീ ദാറ്റ് ദ ടെമ്പറേച്ചർ, ദ graph will be a straight line. If we extrapolate or extend this straight line, we can see that all these gases reaches a point where the volume of the gas is found to be 0. That temperature is minus 273.15 and that temperature is known as absolute zero temperature. മനസ്സിലായോ? തെറവായോ? കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ തിയറി നിങ്ങൾക്ക് എളുപ്പമാണ്. ഇത് എങ്ങനെ എക്സാമിന് എഴുതും എന്നുള്ളതാണ് ഞാൻ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം തിയറി നിങ്ങൾ കുറേ കാലമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ചാൾസ് ലോയിൽ പറയാനുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താ ചാൾസ്? നമ്മുടെ VT ചാൾസ് ആണ്. VT ചാൾസ് എന്താ പറയുന്നത്? വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് കോൺസ്റ്റൻറ്റ് നമ്പർ ഓഫ് മോൾസിലാണ്. ദെൻ PV ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ നമുക്ക് പറയാനുള്ളത് ഗ്രാഫിൻ്റെ കാര്യമാണ്, ആബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിൻ്റെ കാര്യമാണ്. കെൽവിൻ സ്കെയിൽ, ഒരു ന്യൂ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ വന്നിട്ടുണ്ട്. ഇറ്റ്സ് നോൺ ആസ് കെൽവിൻ സ്കെയിൽ. കെൽവിൻ സ്കെയിലും ഡിഗ്രി സെൽഷ്യസും തമ്മിലുള്ള ബന്ധം എന്താണ്? കെൽവിൻ സ്കെയിൽ ദാറ്റ് ഈസ് ടെമ്പറേച്ചർ അറ്റ് കെൽവിൻ സ്കെയിൽ ഇസ് ഈക്വൽ ടു 273.15 പ്ലസ് ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് ഡിഗ്രി സെൽഷ്യസിനോട് 273.15 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കെൽവിൻ കിട്ടും. ഇപ്പോൾ 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്ര കെൽവിൻ ആണ്? നമുക്കറിയാം 273.15 പ്ലസ് 20 ഇട്ട് കഴിഞ്ഞാൽ 293.15 ആണ്. ചില കേസിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 273 എന്ന് തന്നു കഴിഞ്ഞാൽ കാൽക്കുലേഷൻ അത് യൂസ് ചെയ്താൽ മതി. അപ്രോക്സിമേറ്റ്ലി നമ്മൾ 273.15 അത് നമ്മൾ നമ്മുടെ എളുപ്പത്തിന് ചിലപ്പം 273 എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇതിൽ പറയാൻ ഞാൻ വിട്ടുപോയൊരു കാര്യം, ഇതിൽ ഓരോ ലൈൻസിനെയും നമ്മൾ, അതായത് ദ ലൈൻസ് വിച്ച് റെപ്രസെൻറ്റ് ഇൻ പ്രഷർ ഇൻ വോളിയം ടെമ്പറേച്ചർ ഗ്രാഫ് ഇസ് നോൺ ആസ് ഐസോബാർ ആണ്. എന്തുകൊണ്ടാണ്? പ്രഷർ ഇസ് ഫൗണ്ട് ടു ബി കോൺസ്റ്റൻറ്റ്. നമ്മളിവിടെ പ്രഷർ കോൺസ്റ്റൻറ്റ് വെച്ചിട്ടുള്ള ഇങ്ങനെ കിട്ടുന്ന ഗ്രാഫ് ആയതുകൊണ്ട് ഇറ്റ് ഇസ് നോൺ ആസ് ഐസോബാർ എന്ന് പറയും. പിന്നെ നമുക്ക് ഡെൻസിറ്റി ആയിട്ടുള്ള റിലേഷൻ നമുക്കറിയാം, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് എയറിൻ്റെ ഡെൻസിറ്റി കുറയും അല്ലേ? ഡെൻസിറ്റിയും മാസും വോളിയം തമ്മിലുള്ള റിലേഷനാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും, വോളിയം കൂടുമ്പോൾ എന്താവും? ഡെൻസിറ്റി കുറയും. സോ ദ ഡെൻസിറ്റി ഓഫ് ദി ഗ്യാസസ് ഡിക്രീസസ് ഓൺ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ. ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ ഹോട്ട് എയർ ബലൂൺ. ഹോട്ട് എയർ ബലൂൺ കണ്ടിട്ടില്ലേ? ഇതാ ഞാൻ പിക്ചർ കാണിക്കുന്നുണ്ട്. അതിൽ എന്ത് പ്രിൻസിപ്പിളാണ് നടക്കുന്നത്? അതായത് ടെമ്പറേച്ചർ കൂടുമ്പം അവിടെ എയർ ഡെൻസ് ആവും. അതായത് കറസ്പോണ്ടിങ്, അതായത് ചുറ്റുവട്ടത്തുള്ള എയറിനേക്കാളും എന്താണ് അതിലുള്ള എയറിൻ്റെ ഡെൻസിറ്റി കുറയും. അപ്പോൾ എന്താവും? അത് കൂടുതൽ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ദിസ് ഇസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദി എന്തിൻ്റെ? ഈ ഹോട്ട് എയർ ബലൂൺസിൻ്റെ. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായി. ഇന്ന് ഈ 2 ലൂസ് മാത്രം മതിയല്ലോ. എന്തൊക്കെ എടുത്തെന്ന്? പാവം ബോയിലിനെയും VT ചാൾസിനെയും എടുത്ത് ഗ്യാസസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ 2 ലോ. അത് സിമ്പിളായിട്ടുള്ളൊരു നെക്സ്റ്റ് വീഡിയോ ചെയ്യാം കേട്ടോ. നന്നായി പഠിക്കാം. മനസ്സിലാത്ത കാര്യം കമൻസിൽ ഇട്ടോളൂ. പിന്നെ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ലെസൺ ആട്ടോ. നിങ്ങൾ വിചാരിക്കുന്നത്ര ഭീകരതൊന്നും ഈ ലെസണിലില്ല. ന്യൂമറിക്കൽ പ്രോബ്ലമാണ്, അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.